ഇവിടെ ഇപ്പോ ട്രെയിനേഴ്സ് ഇല്ല, ജസ്റ്റ് ജിം മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ചെയ്യുന്നവര്, ട്രെയിൻ ചെയ്യുന്നവർ അവിടെ വന്ന് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത്രയും കൊച്ചു കുട്ടികൾ അവിടെ അങ്ങനെ ഇത് വരത്തില്ല. ഫോട്ടോ അല്ല, അതാണ് നമ്മുടെ അല്ല അത് ഞാൻ പറഞ്ഞോട്ടെ. ജിം എന്ന് പറയുന്നത് ഏറ്റവും മേളത്തെ ഫ്ലോറിലാണ്. നമ്മുടെ ജിമ്മിന് അതുവരെ നമ്മുടെ ക്യാമറകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളും അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇത് ടോയ്ലറ്റിനകത്ത് വെച്ചിട്ട് എങ്ങാണ്ട് ചെയ്തു, അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോ ജിമ്മിനകത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്തോ നമുക്കറിയാമല്ലോ ഇത് വെക്കാൻ പാടില്ല. അപ്പൊ ക്യാമറ നമ്മളൊരു 30 days ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരാതി വന്ന സമയത്തും പോലീസ് ഇത് ചോദിക്കുന്നത് അതെല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്കെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അല്ല നമ്മളെ അല്ല അത് ഒന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ജിമ്മിന് അതുവരെ ക്യാമറയുണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഈ ഹാളിന് ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ബാക്കിൽ ക്യാമറയുണ്ട്, ചുറ്റും ക്യാമറയുണ്ട്, ഈ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറയുണ്ട്. നമ്മള് ഈ അലോവ്ഡ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ഉണ്ട്. പരാതി കേസ് അറിയുന്നത് പോലീസ് വന്നിട്ടാണ് എന്ന് പറയുന്നത് കള്ളമല്ലേ? കാരണം ഇതിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ആ പരാതി ഉണ്ടാകുന്നതും ഇവിടുത്തെ സെക്യൂരിറ്റി അടക്കം നോക്കിക്കുമ്പോഴല്ലേ ആ കുട്ടിക്ക് പരാതിയിലേക്ക് പോകുന്നതുമൊക്കെ. അത് മാത്രമല്ല, അന്ന് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ആൺകുട്ടികൾ പറയുന്നത് ഈ കേസിയുടെ മുറ്റത്താണ് രാത്രി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി അടക്കം ഇരുന്ന് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇരുത്തി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അങ്ങനെ കേസ് അറിഞ്ഞിട്ടില്ല, പോലീസ് വന്നപ്പോഴും അറിയുന്നത് പറയുന്നത്. അപ്പൊ അല്ല, അന്ന് ഞാനായിരുന്നു ജില്ലാ സെക്രട്ടറി. എന്റെ അടുത്ത് അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ആ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇല്ലില്ല. സോറി, ഞാനിപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അലിഗേഷൻ ഉണ്ട്. അല്ല, ഇത് ആദ്യം അല്ല ഇല്ലില്ല. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യത്തെ കംപ്ലൈന്റ് ഉള്ള കുട്ടിയെ പോലും കണ്ടിട്ടില്ല. നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി അവര് തെറ്റിദ്ധരിച്ച് വേറെ ആഴത്തിൽ സംസാരിച്ചു എന്നും നമുക്കറിയത്തില്ല. അല്ല, ഇങ്ങനൊരു കാര്യമല്ല. ഈ ഇവിടെ എന്തോ ഒരു ചെറിയൊരു കശവിശ നടന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നതും. അതിന് പിന്നാലെയാണ് ഈ മറ്റ് പാരന്റ്സും ഒക്കെ വന്നിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അന്ന് നമ്മുടെ KCA സെക്രട്ടറി ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ശ്രീജിത്തായിരുന്നു. ഇത് മറ്റ് പാരന്റ്സ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഏതോ ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കുകയും പിന്നെ എന്തോ വോയിസ് ക്ലിപ്പുകളും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തതും ഈ ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് നമ്മൾ പോലീസ് കമ്മീഷണർ അടുത്ത് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ പരാതി വന്നു എന്നും ഇവിടെ തമ്പാനൂരിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആക്കി കണ്ടോൺമെന്റിലാക്കിയിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പോലീസ് കമ്മീഷണറിന് അപ്പോൾ പരാതി കൊടുത്തു. ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞെന്നും അതുപോലെ തന്നെ ഈ പാരന്റ്സ് ചെല്ലുമെന്ന് ഇന്ന രീതി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടും ആ കത്ത് ഞാൻ കാണിച്ചു തരാം. അത് സംവിധാനങ്ങളിലേക്കാണ് പോകുന്നത്. പോലീസ് സർട്ടിഫിക്കറ്റ് നടപ്പാക്കുന്നു, പിന്നെ വിജിലൻസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അന്ന് ഇത് സെറ്റിലാവുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നടപടി പരാതിയുടെ പ്രതികരണം? ഇല്ല, അതാണ് ഇപ്പൊ നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ ഭാഗത്ത് വന്ന ഒരു വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതാണ് നമ്മുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു വീഴ്ച. ഇത് നോക്കുമ്പോൾ അന്ന് എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതി ഇങ്ങനെ വരുന്നു. അപ്പൊ മറ്റ് പാരന്റ്സ് ഒക്കെ പറയുന്നു ഇത് എന്തോ സെലക്ഷൻ റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണെന്ന് പറയുന്നു. ഈ പരാതിക്കാരിയായിട്ടുള്ള അവര് അധികം നാൾ ഇവിടെ വന്നിട്ടുള്ളവരല്ല, പുതിയ ആൾക്കാരാണ്. അപ്പൊ ഇതറിയത്തില്ല. ഈ വന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന പാരന്റ്സ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം എപ്പോഴും ഓഫീസിലോട്ട് വരുമ്പോഴും ഒക്കെ കാണുന്ന പാരന്റ്സ് ആണ്. ഈ ഫ്രണ്ടിൽ ആ സീറ്റിലൊക്കെ മിക്കവാറും പ്രാക്ടീസ് നടക്കുമ്പോൾ കാണുന്ന പാരന്റ്സ് വരുന്നു, കുട്ടികൾ എന്ന് പറയുന്നു. എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ ഇത് ചെയ്തിട്ട് അവർ പോയിട്ട് ഇത് ഒരു തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളടുത്ത് പറയുന്നു. അപ്പൊ നമ്മുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ സ്ഥിരം കാണുന്ന ആൾക്കാരുമാണ് ഈ കുട്ടികളുമാണ്. ഇവിടെ സ്ഥിരമായി വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമാണ് നമ്മളടുത്ത് ഇങ്ങനെ അവിടെയാണ് നമുക്ക് പറ്റിയ വീഴ്ച. അത് ഇപ്പൊ നമ്മളത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. കാരണം എന്നിട്ട് അല്ല, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ ഇതിൽ കാണുമ്പോൾ അവരും എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് അധികം ഇതാകാതെ തന്നെ ബെയില് കിട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് കോടതി അക്യൂട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന് ഇപ്പോഴ് ഉള്ളൊരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അവര് ഇത് മാറി എന്തോ കോംപ്രമൈസ് ചെയ്തു, അതിനുള്ള
പ്രൂഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇപ്പോൾ ശരിക്കുമുള്ള കംപ്ലൈനന്റ് ആയിട്ടുള്ള ചില പാരന്റ്സ് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തുള്ള പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് അക്യൂറ്റൽ വരുന്നു. പിന്നെ ഇത് ഈ പൊതുവിലുള്ളൊരു അവിടാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ഇതുമായിട്ട് നിന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ പണ്ട് മുതൽ ജൂനിയർ ഇതിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്, കോച്ച് ആയിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നു. പാരന്റ്സ് ഒന്നും അങ്ങനെ ഒരു കംപ്ലൈന്റ് അതിന് മുന്നേ നമ്മളടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇവിടെ കളിക്കുന്ന ഇവിടെ വരുന്ന സെന്ററിലുള്ള ആരും അങ്ങനെ ആ കേസിൽ ഈ മനുവിനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷെ ജഡ്ജിമെന്റ് വായിച്ചിട്ടറിയാം, ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട് പരാതിക്കാരിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളും കൂടെ കളിച്ച മറ്റു കുട്ടികളും കോടതിയിൽ പോലീസിന് കൊടുക്കാൻ മൊഴി മാറ്റി പറഞ്ഞാൽ ഹോസ്റ്റലായതുകൊണ്ട് മനുവിനെ വെറുതെ വിടുന്നു എന്നാണ് ആ ജഡ്ജിമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവും അവർ 100% അവരത് ഹോസ്റ്റലാണെന്ന് മനസ്സിലാവും. ഈ ശ്രീജിത്താണ് ശ്രീജിത്ത് ഒരു അവകാശം കൂടിയാണത്. ആണല്ലോ, ഒരു കോമൺ സെൻസ് മതിയല്ലോ. ഇപ്പോൾ പറയുന്നു അന്ന് ഈ കുറച്ച് കുട്ടികളും രക്ഷിതാക്കളും പറഞ്ഞുകൊണ്ട് മനുവിന്റെ വീടിനെടുത്തു, അത് പിഴവായിപ്പോയി എന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ട് എന്തൊരു ന്യായം ഒരു കോമൺ സെൻസ് പറ്റുന്നില്ലേ? കാരണം ഒരു പോക്സോ കേസിലെ പ്രതിയെ, ഒരു പോലീസ് ചാർജ് കൊടുക്കുന്ന പ്രതിയെ അതേ ഏതിലുള്ള ഒരു വീണ്ടും പോച്ചെന്നിരിക്കുമ്പോൾ എന്ത് സാധ്യത അറ്റ്ലീസ്റ്റ് കോമൺ കാര്യമില്ല. ഇതിനർത്ഥം കേസ് അന്നത്തെ കേസ് ചെയ്യാൻ ഭാരവാഹികൾ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അത് ഏതെങ്കിലും ഒരു സംഘടന ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുമോ? ഇപ്പോൾ അത് തെറ്റിപ്പോയി എന്നുള്ളത് മാത്രം കൈ മാറാൻ പറ്റുമോ? അഭിഭാഷകനായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൈ കഴുകിയതല്ല, നമ്മൾക്ക് പറ്റിയ ഒരു വീഴ്ച, വലിയൊരു വീഴ്ച. നമ്മൾ ഈ ഒരു എന്താ പറയാ, കുറെ വിനോദ് പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളും പേരൻസും എല്ലാം വന്നിട്ട് പറയുമ്പോൾ നമ്മൾ ഞാൻ ഇന്നാണ് ഈ കോടതിയിലേക്ക് പോകുന്നത്. കാര്യം നാളെ നമ്മളെ മീഡിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റൊക്കെ പഠിച്ചത് തന്നെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് എന്താ പറയാ, കോടതി കേസ് ചെയ്യാനകത്ത് പ്രതിയല്ല, അല്ലെങ്കിൽ ഇതുമല്ല, രണ്ടാം പ്രതിയോ അല്ലായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ കുട്ടികളുടെ ന്യൂഡ് ഫോട്ടോ അയാൾ പകർത്തിയെന്ന് പറയുന്നത് അത് എന്തെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ കേസിൽ പരാതി കൊടുക്കണ്ടേ? നിങ്ങളുടെ പ്രൊവിൻസിൽ വെച്ചിട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഞാനതാ പറഞ്ഞത്. കേസിയെ നമ്മൾ ഓൾറെഡി ഒരു പരാതി ഉണ്ട് അവിടെ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സഹകരിക്കുന്നുമുണ്ട്, നമ്മൾ മാറി നിൽക്കുന്നില്ല. അതല്ലാതെ ഈ കേസിയുടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്തിട്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഇയാളുടെ മറ്റ് ബന്ധങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം പരാതി കൊടുക്കുന്നുണ്ടോ, അങ്ങനെ സംശയമുണ്ടോ കേസ്? ഇത് നടന്ന സംശയിക്കേണ്ടല്ലോ. ഒരു ഇത്രയും സംഭവങ്ങൾ, ഇത്ര കുട്ടികൾ നമ്മളിപ്പോ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ഒരു വിശ്വാസമാണ് അന്നും നമ്മൾ കാണിച്ചത്. അത് വിശ്വസിക്കാതിരിക്കാൻ ഇന്നും അന്നും ന്യായീകരണങ്ങളില്ല. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അല്ലേ, അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പോലീസിന്റെ, അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, അതിനോട് സഹകരിക്കുകയാണല്ലോ കേസ് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ CCTV അവര് ഇപ്രാവശ്യം വന്നപ്പോഴും നമ്മുടെ സിസ്റ്റം കൊണ്ടുപോയി നോക്കി, അല്ലാതെ നമ്മൾ അതിനകത്ത് മാറുന്നില്ല. പരാതി വന്നതിന് ശേഷം നിങ്ങൾ പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ക്രമീകരണങ്ങൾ മാറ്റം വരുത്തിയിരുന്നു? ഒരു വനിതാ കോച്ചിനെ കൂടി ഉൾപ്പെടുത്തി.